ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC ഫൈനൽ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മുടെ സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫിലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ ചോദ്യം തന്നേക്കുന്നത്, ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട്. ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോ ചോദ്യം ഇതാണ്. 12ാമത്തെ ചോദ്യം. എ കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. അതായത് ഇതൊരു സെമി സർക്കിൾ ആണ്. ഈ സെമി സർക്കിളിന്റെ റേഡിയസ് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെമി സർക്കിളിനെ മടക്കി നമ്മൾ എന്ത് രൂപത്തിലേക്ക് മാറ്റുന്നു? ഒരു കോണിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ സ്ലാന്റ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു. സ്ലാന്റ് ഹൈറ്റ്, ചോദ്യം സ്ലാന്റ് ഹൈറ്റ്. ഓർക്കുക, ഈ ഒരു സർക്കിളിന്റെ പാർട്ടിൽ നിന്നാണ് കോൺ ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴും ഈ സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്, അതായത് ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് അതിന്റെ സ്ലാന്റ് ഹൈറ്റ്. അതായത് 20 സെന്റിമീറ്റർ തന്നെയാണ് ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ്. അതായത് ഇതിന്റെ സ്ലാന്റ് ഹൈറ്റ് ഇതിന്റെ റേഡിയസിന് തുല്യം. പിടികിട്ടിയല്ലോ. ഇനി ബി ചോദ്യം തരുന്നു. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി കോൺ. കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോണിന്റെ റേഡിയസ് ഓർക്കുക, നമുക്ക് ഇത് മൊത്തത്തിൽ 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? 360 ഡിഗ്രി. ഇത് സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ 180 ഡിഗ്രി ആണെന്ന് അറിയാം. സോ 360-ൽ 180 ഡിഗ്രി എടുക്കുക. എന്നിട്ട് ഇതിന്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ്. ഓക്കെ, ആ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × 2πr ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ചുറ്റളവിനെ ഈ പറയുന്ന ഫ്രാക്ഷൻ കൊണ്ട് ഗുണിക്കുക. പിടികിട്ടിയോ? എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഇതിന്റെ സർക്കംഫറൻസ് തന്നെയാണ് ഈ കിടക്കുന്ന സർക്കിളിന്റെയും സർക്കംഫറൻസ്. പിടികിട്ടിയോ? ഇതിന്റെ സർക്കംഫറൻസ് തന്നെയാണ് ഇവിടുത്തെയും സർക്കംഫറൻസ്. ഒരു വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് ഇവിടുത്തെ റേഡിയസ് r എന്ന് സൂചിപ്പിച്ചു, ഇവിടുത്തെ റേഡിയസിനെ സ്മോൾ r വെച്ച് സൂചിപ്പിച്ചു. ഇത് മൊത്തം സർക്കിൾ ആയിരുന്നുവെങ്കിൽ നമ്മൾ 2πr എന്ന സർക്കംഫറൻസ് എടുത്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സർക്കംഫറൻസും ഈക്വൽ ആണ്. സോ ഇവിടെയും 2πr എന്ന് എഴുതാം. അപ്പൊ ഈ രണ്ട് സർക്കംഫറൻസ് എന്തുമായി? ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ വലിയ സർക്കിളിൽ മൊത്തം സർക്കിൾ നമ്മൾ കോൺ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടില്ല. പകരം ഈ ഒരു പാർട്ട് ഇത്രയും, ഈ സെമി സർക്കിളിന്റെ ഇത്രയും പാർട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പം മൊത്തം എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ? അതിനകത്തുനിന്നും അതിന്റെ 180 പാർട്ടേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 180/360 കൊണ്ട് ഈ വലിയ സർക്കിളിന്റെ സർക്കംഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പാർട്ട് ഇസ് ഈക്വൽ ടു ഇതിന്റെ ചുറ്റളവ്. അങ്ങനെ ഓക്കെ ആവും. പിന്നെ നമുക്ക് വെട്ടിക്കളയാലോ. ഇവിടെ ഒരു 2π ഉണ്ട്, ഇവിടുത്തെ 2π ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 180, ഇവിടെ /2. ശരിയല്ലേ? ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 1/2 ആണ്. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുമ്പോൾ 20 അല്ലേ? റേഡിയസ് ഇത് തമ്മിൽ വെട്ടിക്കഴിഞ്ഞാൽ 10. അപ്പോ ചെറിയ സർക്കിളിന്റെ ഈ കോണിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. ഇവിടെ കിട്ടിയ ക്ലിയർ അല്ലേ? ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും സെമി സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഡിയസിന്റെ നേരെ പകുതിയായിരിക്കും ഈ കിടക്കുന്ന റേഡിയസ്. ഓക്കെ, അങ്ങനെയും ഓർക്കാം. ഇതാണ് അതിന്റെ ഒരു നമ്മുടെ ചെയ്ത് നോക്കിയുള്ള രീതി. പിടികിട്ടിയല്ലോ? അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. π × r × l. π × r എന്ന് പറയുന്നത് 10 ആണ്, l എന്ന് പറയുന്നത് 20 ആണ്. സോ 200π സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ. പിടികിട്ടിയോ? ഈ കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ത് ചെയ്താൽ
പഠിച്ചു വെച്ചേക്കുക. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിക്കുക. ഈ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒക്കെ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് വേറെ ഇക്വേഷൻസ് ഒന്നും പഠിച്ചു വെക്കാത്തത്. ക്ലിയർ ആണോ? ഓക്കെ.